പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ രൂപത്തിൽ ഒരുപാട് ലെസൺ പ്ലാനുകൾ എഴുതേണ്ടി വരും. അതിൽ പഠിക്കേണ്ടി വരും. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അതുപോലെ തന്നെ ഡിസ്കഷൻ ലെസൺ പ്ലാനുകൾ, ഡെമോൺസ്ട്രേഷൻ ലെസൺ പ്ലാനുകൾ, അതിലുൾപ്പെടുന്ന 5E ലേണിംഗ് മോഡൽ, അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അതുപോലെ തന്നെ മൈക്രോ ടീച്ചിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന ഒരു മോഡലിലെ ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് മാത്രമാണ് ജസ്റ്റ് ഇതിൽ ഒരു പക്ഷേ ഇൻട്രൊഡക്ഷനൊക്കെ വളരെ കുറവായിരിക്കും. നിങ്ങൾ എഴുതുന്ന സമയത്ത് അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലെസൺ പ്ലാൻ ടു കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. പ്രിലിമിനറി ഡീറ്റെയിൽസിൽ നമ്മൾ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസും ഏതാണ് സബ്ജക്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ അയോണിക് ബോണ്ടിങ്ങും അയോണിക്കിൻ്റെ അറ്റ്മോസ്ഫിയറാണ് പറയാൻ പോകുന്നത്. അതായത് സഹസംയോജക ബന്ധനവും അയോണിക് ബന്ധനവുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന സമയത്ത് കണ്ടൻറ് അനാലിസിസ്. അതായത് കണ്ടൻറ് അനാലിസിസ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെക്കണം. എന്തൊക്കെ കൺസെപ്റ്റാണ് നമ്മൾ അതിൽ വരുന്നത്, അല്ലെങ്കിൽ അതിൽ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നതാണ് കണ്ടൻറ് അനാലിസിസിൽ നമ്മൾ എഴുതേണ്ടത്. സഹസംയോജക ബന്ധനവും അയോണിക സ്വഭാവവും, ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് പറയുന്നത്. ആട്രിബ്യൂട്ട്സിൽ വരുന്നത് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിൽ, അതായത് നമ്മൾ കണ്ടൻറ് അനാലിസിസ് ടേംസ് ആൻഡ് ഫാക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റൊക്കെ എഴുതുമല്ലോ, ആ രൂപത്തിലുള്ളൊരു ഇതാണ് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ്. മൂലകത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി രാസബന്ധനത്തെ സ്വാധീനിക്കും. അതായത് നമുക്ക് മനസ്സിലാവും, ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതൊക്കെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിൽ വരുന്നത് മൂലകത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി രാസബന്ധനത്തെ സ്വാധീനിക്കും. ഏതൊരു തന്മാത്രയിലും പോസിറ്റീവും നെഗറ്റീവും അയോണുകളുണ്ട്. അതായത് ആ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫാക്റ്റുകൾ പറയുമല്ലേ, നമ്മൾ ആ ഫാക്റ്റുകളാണ് ഇവിടെ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിൽ കൊടുത്തുള്ളത്. നോൺ എസെൻഷ്യൽ ആട്രിബ്യൂട്ട്സിൽ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം. പിന്നെ പോസിറ്റീവ് എക്സാമ്പിൾസ് NaCl, MgO, CaCl2. നെഗറ്റീവ് എക്സാമ്പിൾസ് H2O, O2, CCl4. ഡെഫിനിഷൻ, അതായത് നമ്മൾ ലാസ്റ്റ് കൺസെപ്റ്റ് കൊടുക്കില്ല. നോർമൽ ഡിസ്കഷൻ ലെസൺ പ്ലാനുകളിലൊക്കെ നമ്മൾ ഡെഫിനിഷൻ എന്ന് കണ്ടൻറ് അനാലിസിസിൽ കൺസെപ്റ്റ് കൊടുക്കും. അതാണ് ഇവിടെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസം 1.7നേക്കാൾ കൂടുതലായാൽ അവക്ക് അയോണിക സ്വഭാവവും 1.7നേക്കാൾ കുറഞ്ഞാൽ സഹസംയോജക സ്വഭാവവുമാണ്. ഓക്കെ, എൻട്രി ബിഹേവിയർ. നെക്സ്റ്റ് ഒരു ഹെഡിങ് വരുന്നത് എൻട്രി ബിഹേവിയർ. മൂലകങ്ങൾ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമെന്ന് കുട്ടികൾക്കറിയാം. അതായത് കുട്ടികൾക്കുള്ള ബേസിക് നോളേജാണ് ഇവിടെ പറഞ്ഞത്. സപ്പോർട്ട് 6 നമ്മൾ എടുത്തുള്ളത് ചാർട്ട്. നെക്സ്റ്റ് നമ്മൾ ടീച്ചർ ലേണിംഗ്, അവിടെ ക്ലാസ് റൂം ഇൻട്രാക്ഷൻ വരുന്നത് ഇതുപോലുള്ളൊരു 3 കോളത്തിലുള്ളൊരു ബോക്സ് ആയിരിക്കും. സിൻടാക്സ്, ടീച്ചർ ആക്ടിവിറ്റി, പ്യൂപ്പിൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ സിൻടാക്സിൽ ഫേസ് 1 പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്, അതാണ് ഫേസ് 1 വരുന്നത്. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്. ടീച്ചർ ആക്ടിവിറ്റിയിൽ പോസിറ്റീവ് ഉദാഹരണമായ സോഡിയം ക്ലോറൈഡും നെഗറ്റീവ് ഉദാഹരണമായ ജലത്തിൻ്റെയും പ്രത്യേകതകൾ അടങ്ങിയ ചാർട്ട് കാണിക്കുന്നു. ഇവയിൽ പൊതുവായ പ്രത്യേകതകളുണ്ടെന്നും അവയെ കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. അതായത് കുട്ടികൾ ക്ലാസ് റൂമിൽ നടക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ഉദാഹരണമായ സോഡിയം ക്ലോറൈഡും നെഗറ്റീവിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള വാട്ടറിൻ്റെയും പ്രത്യേകതകൾ അടങ്ങിയ ചാർട്ട് കുട്ടികളെ കാണിക്കുന്നു. ഇവയിൽ പൊതുവായ പ്രത്യേകതകളുണ്ടെന്നും അവയെ കണ്ടെത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയാണ് പീപ്പിൾ ആക്ടിവിറ്റിയിൽ കുട്ടി പോസിറ്റീവും നെഗറ്റീവും ഉദാഹരണങ്ങൾ താരതമ്യം ചെയ്യുന്നു, പരികല്പന രൂപീകരിക്കുന്നു, ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നു, സവിശേഷതകൾ കണ്ടെത്തുന്നു, കുട്ടികൾ നിർവചിക്കുന്നു. ഓക്കെ, അതാണ് പ്യൂപ്പിൾസ് ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. അതായത് കുട്ടികൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്, അതിന് ഇത് കണ്ടെത്തി നിർവചിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫേസ് 2 കിടക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് കൺസെപ്റ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഫേസ് 2 വരുന്നത്. ടീച്ചർ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹസംയോജക സംയുക്തമെന്നും അയോണിക സംയുക്തമെന്നും തരംതിരിക്കാൻ പറയുന്നു. ഓക്കെ,
ടീച്ചർ ആശയത്തെ പൊതു സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്നു. അതായത് ആ കുട്ടികളുടെ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ടീച്ചർ ഇലക്ട്രോ നെഗറ്റീവിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയോണിക് ബോണ്ടിങ് എന്താണെന്നും കെമിക്കൽ ബോണ്ടിങ് എന്താണെന്നും അല്ലെങ്കിൽ അയോണിക് സഹസംയോജക കോവാലൻ്റ് ബോണ്ടിങ് എന്താണെന്നും അയോണിക് ബോണ്ടിങ് എന്താണെന്നും കുട്ടികളോട് തരംതിരിക്കാൻ പറയുന്നു. കുട്ടികൾ തന്നിരിക്കുന്ന ഉദാഹരണത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അനുസരിച്ച് തരംതിരിക്കുകയും തരംതിരിവിൻ്റെ കാരണം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ ഉദാഹരണത്തിൽ ഘടകമൂലകങ്ങളിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ട് ജലം സഹസംയോജകവും NaCl അയോണിക സംയുക്തവുമാണെന്ന് നമുക്ക് പറയാം. ഫേസ് 3 വരുമ്പോൾ അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. ടീച്ചർ കുട്ടികളുടെ ചിന്താരീതി വിശകലനം ചെയ്യുന്നു. കുട്ടികൾ അവയുടെ ചിന്താഗതി വ്യക്തമാക്കുന്നു. രണ്ട് സന്ദർഭങ്ങളിലും എങ്ങനെ ചിന്തിച്ചുവെന്ന് ആശയ രൂപീകരണം എങ്ങനെ സാധ്യമായെന്നും പറയുന്നു. അവർ രൂപീകരിച്ച പരികൽപ്പന വ്യക്തമാക്കുകയും അവയിൽ ചിലത് നിരസിക്കാനുണ്ടായ കാരണം വ്യക്തമായി ചർച്ച ചെയ്യാം. ഇനി നമ്മൾ റിവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുക്കുമല്ലോ, അതുപോലുള്ള അസൈൻമെൻറ്റ്സ് അയോണിക സംയുക്തങ്ങൾക്കും സഹസംയോജക സംയുക്തങ്ങൾക്കും ഉദാഹരണം എഴുതുക. സോഷ്യൽ സിസ്റ്റമായിട്ട് വരുന്നത് ഇൻ ദ ബിഗിനിങ് ഇറ്റ് ഈസ് ഹൈലി സ്ട്രക്ചേർഡ്, ദെൻ ഇറ്റ് ബിക്കംസ് മോഡറേറ്റ്ലി ആൻഡ് ലോ സ്ട്രക്ചേർഡ്. Principles of reaction. Teacher encourage different strategies. Teacher acts as a facilitator and or supporter of pupils' hypothesis. Support system to the presentation of appropriate examples or non-examples. A free atmosphere that promotes active participation is essential. Instructional effective the competency or close meaningful observation of examples and non-examples leading to attribute analysis. Ability to identify the essential attributes of the members of the category being formed. Competency for generating meaningful hypotheses regarding the new category. Practice of testing hypotheses formed in the light of new examples. Skill for categorizing the items observed on the basis of the essential attributes and justify. Skill to define the category formed in terms of essential attributes. Ability to generate new examples independently and to test the acceptability of the generalization arrived at. Natural effective in the accurate sensitivity to logical reasoning, becoming tolerant to ambiguities, a sense of using alternative perspectives. അതുപോലെ നമ്മൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന മോഡൽ എഴുതുന്നുണ്ട്. 3 ഫേസുകളാണ് വരുന്നത്. പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസെപ്റ്റ്. ഫേസ് 2 വരുന്നത് ടെസ്റ്റിംഗ് അറ്റൈൻമെൻറ്റ് ഓഫ് കൺസെപ്റ്റ്. ഫേസ് 3 വരുന്നത് അനാലിസിസ് ഓഫ് തിങ്കിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.